കോളേജിലെ ഗുരുതര ചികിത്സാ പിഴവിൽ നടപടി. അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെ സസ്പെൻഡ് ചെയ്തു. 4 വയസ്സുകാരിയുടെ 6ാം വിരൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് നീക്കുന്നതിന് പകരം നാവിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഇന്നലെയാണ് കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെ ശസ്ത്രക്രിയക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇന്ന് രാവിലെ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായി എന്ന് കുടുംബം തിരിച്ചറിയുന്നത്. നാവിനടിയിൽ പഞ്ഞു കണ്ടതോടെ കൈയുടെ കെട്ടഴിച്ചു നോക്കി. 6ാം വിരൽ അതുപോലെ തന്നെയുണ്ട്. വിവരം ഡോക്ടറെ അറിയിച്ചതോടെയാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തി കൈവിരൽ നീക്കം ചെയ്തത്. ഡോക്ടർ മാപ്പ് പറഞ്ഞതോടെ പരാതിയിൽ നിന്നും കുടുംബം പിന്മാറിയിരുന്നു. എന്നാൽ ഭാവിയിൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകുകയായിരുന്നു. കൈക്ക് ഒരു വിരൽ ഒരു 6 വിരലുണ്ട് കുട്ടീൻ്റെ കൈക്ക്. അപ്പോൾ 2-3 ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ്. അപ്പോൾ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷത്തിന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഓപ്പറേഷൻ രാവിലെ വന്ന് അപ്പം കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാണ്, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പോയതാണ്. പിന്നെ നാവിൻ്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ നാവിലായതല്ലേ, വയറിനോ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. കുഞ്ഞിന്റെ നാക്കിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചതെന്നും വിവരം മറച്ചുവെച്ചതിലുള്ള തെറ്റ് മനസ്സിലാക്കുന്നുവെന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. മെഡിക്കൽ കോളേജിൽ കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെക്കുക, കൈവിരൽ ശസ്ത്രക്രിയ ചെയ്യാനെത്തിയ 4 വയസ്സുകാരിയുടെ നാവ് സർജറി ചെയ്യുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുന്ന അനാസ്ഥയ്ക്ക് കൂച്ചുവിലങ്ങിട്ടേ മതിയാകൂ. മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.